KSRTCക്ക് സർക്കാർ സഹായമായി 93.72 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിന് 73.72 കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്ക് 70 കോടി രൂപയുമാണ് ലഭ്യമാക്കിയത്. ഈ വർഷത്ത് ഇതിനകം 1201.56 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി നൽകിയത്. പെൻഷൻ വിതരണത്തിന് 731.56 കോടി രൂപയും പ്രത്യേക സഹായമായി 470 കോടി രൂപയുമാണ് ലഭിച്ചത്. ഈ വർഷം ബജറ്റിൽ കോർപ്പറേഷനായി നീക്കിവെച്ചത് 90 കോടി രൂപയാണ്. ബജറ്റ് വകയിരുത്തലിന് പുറമെ 301.56 കോടി രൂപ കൂടി ഇതിനകം KSRTCക്ക് ലഭ്യമാക്കി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 8027.72 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി ഇതുവരെ ലഭിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയം 5002 കോടി രൂപയും ലഭിച്ചിരുന്നു. ഇത് രണ്ടും പിണറായി സർക്കാരുകൾ ചേർന്നാൽ ആകെ 13,029.72 കോടി രൂപയാണ് കോർപ്പറേഷന് സഹായമായി നൽകിയത്. കഴിഞ്ഞ UDF സർക്കാർ 5 വർഷത്തിൽ നൽകിയത് 1467 കോടി രൂപയും. അതേസമയം നിരക്ക് കൂട്ടുന്നതിനനുസരിച്ച് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് KSRTC മുന്നോട്ട് വന്നു. 2018 മുതൽ അന്തർ സംസ്ഥാന സർവീസുകൾക്ക് മാത്രം ഏർപ്പെട്ടിരുന്ന ഫ്ലാക്സ് നിരക്ക് സംസ്ഥാനത്തെ ദീർഘദൂര സർവീസുകൾക്ക് ബാധകമാക്കി. രാവിലത്തെ നിരക്കായിരിക്കില്ല വൈകിട്ട്. ഇതോടെ തിരക്കുള്ള സമയങ്ങൾ കൂടുതൽ തുക യാത്രക്കാർ നൽകേണ്ടി വരും. ദീർഘദൂര സ്വകാര്യ ബസ്സുകളുടെ മാതൃകയിലാണ് പുതിയ പരിഷ്കാരം. എന്നാൽ സ്വകാര്യ ബസ്സുകളുടെ നിരക്ക് പോലെ KSRTC അമിതമായി നിരക്ക് ഈടാക്കുന്നില്ല. വരും കാലത്ത് അതിലേക്ക് എത്തുമോ എന്നതാണ് യാത്രക്കാരുടെ ആശങ്ക. ഉത്സവ സീസണുകളിൽ അന്തർ സംസ്ഥാന സർവീസുകൾക്ക് ഫ്ലാക്സ് നിരക്ക് ഈടാക്കാനായിരുന്നു ആദ്യം സർക്കാർ KSRTCക്ക് അനുമതി നൽകിയിരുന്നത്. 2018 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തിരക്കനുസരിച്ച് 30% നിരക്ക് ഉയർത്താനും ചൊവ്വ മുതൽ വ്യാഴം വരെ 15% കുറയ്ക്കാനുമായിരുന്നു അനുമതി. 3 മാസം മുമ്പ് നിരക്ക് വർധന അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തേത് പാലിക്കുന്നില്ല എന്നതാണ് ആക്ഷേപം. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് non-AC ബസ്സിൽ യാത്രക്കാരിൽ നിന്ന് ഈടാക്കിയത് 11 രൂപ സെസ് ഉൾപ്പെടെ 561 രൂപയാണ്. ഇതേ ബസ്സിൽ തൃശൂർ വരെ ഈടാക്കിയത് അതിലും കൂടിയ നിരക്ക് 571 രൂപ. ആലപ്പുഴയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയവരിൽ നിന്ന് ഈടാക്കിയതും ഇതേ നിരക്ക്. തിരക്കില്ലാത്ത ദിവസങ്ങൾ നിരക്ക് കുറയുമെന്ന സംവിധാനം കൂടിയാണ് നടപ്പാക്കുന്നതെന്ന് KSRTC അറിയിച്ചു. ബാംഗ്ലൂരിൽ നിന്നുൾപ്പെടെ കുറഞ്ഞ നിരക്ക് ഈടാക്കിയ ദിവസങ്ങളുണ്ടെന്നും വ്യക്തമാക്കി. ബുക്കിംഗ് അനുസരിച്ച് നിരക്ക് നിശ്ചയിക്കാനുള്ള സംവിധാനങ്ങൾ കൺട്രോൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഡിപ്പോകളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളും ഇവിടേക്ക് കൈമാറും. അതേസമയം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ച ഇലക്ട്രിക് ബസ്സുകൾ BJP അധികാരത്തിലെത്തിയതോടെയാണ് ചർച്ചയായത്. നഗരത്തിൽ ഈ റോഡുകൾ ഉൾപ്പെടെ ഓടിയിരുന്ന 113 ബസ്സുകൾ ലാഭകരമല്ല എന്ന് വിലയിരുത്തി KSRTC മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടിക്കുകയായിരുന്നു. ഗതാഗത മന്ത്രി ഇടപെട്ടായിരുന്നു ഇങ്ങനെ റീഷെഡ്യൂൾ ചെയ്തത്. ഈ ബസ്സുകൾ ഇനി നഗരത്തിനുള്ളിൽ ഓടിയാൽ മതിയെന്ന് മേയർ VV രാജേഷ് നിലപാടെടുത്തതോടെയാണ് വിവാദത്തിന് തിരികൊളുത്തുന്നത്. മറ്റ് ഡിപ്പോകൾക്ക് നൽകിയ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തണമെന്നാണ് കോർപ്പറേഷന്റെ ആവശ്യം. കോർപ്പറേഷന് ലാഭവിഹിതം KSRTC നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മേയർ വ്യക്തമാക്കിയിരുന്നു. റൂട്ട് നിശ്ചയിക്കുന്നതിലടക്കം കരാർ ലംഘനമുണ്ടെന്നും 2023 ഫെബ്രുവരി 21 തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി KSRTCയും തമ്മിലുണ്ടാക്കിയ കരാറിൽ വ്യവസ്ഥകൾ പാലിക്കണമെന്നാണ് VV രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോർപ്പറേഷനുമായി ആലോചനയില്ലാതെയാണ് റൂട്ട് നിശ്ചയിച്ചത്. ബസ് സർവീസിലെ ലാഭവിഹിതം നൽകിയില്ല എന്നും വീഴ്ച ഉണ്ടായെന്നും VV രാജേഷ് ആരോപിച്ചു. ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട് KSRTC കരാർ ലംഘിച്ചതുമായുള്ള മുൻ മേയർ ആര്യരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റും VV രാജേഷ് വാർത്താ സമ്മേളനത്തിനിടെ വായിച്ചിരുന്നു. നിരവധി ഈ റോഡുകളിൽ ബസ് ഇല്ലാത്ത പ്രശ്നം നിലവിലുണ്ട്. ബസ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിലും നൽകും. പകരം KSRTC 150 ബസ് ഇറക്കുമെന്നും പ്രതികരിച്ച് ഗണേഷ് കുമാർ രംഗത്തെത്തി. കോർപ്പറേഷൻ പരിധിയിലുള്ള ഗ്രാമീണ മേഖലയിലെ ഈ റോഡുകളടക്കം വാഹന സൗകര്യമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ റോഡുകളിൽ ബസ് എത്തണമെന്നാണ് ആവശ്യം. കത്ത് നൽകിയാൽ 24 മണിക്കൂറിനുള്ളിൽ കോർപ്പറേഷൻ ബസ്സുകൾ തിരികെ നൽകുമെന്നും KSRTCക്ക് 150 ബസ്സുകൾ വേറെ ഇറക്കാമറിയാമെന്നും KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. മന്ത്രിയുടെ ഈ പ്രതികരണത്തിനിടെയാണ് കരാർ പാലിക്കണമെന്ന ഉറച്ച നിലപാടുമായി VV രാജേഷ് മുന്നോട്ടു പോകുന്നത്. അതേസമയം പുതുവർഷ സമ്മാനമായി മൂന്നാറിന് ലഭിച്ച KSRTCയുടെ രണ്ടാമത്തെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 8 മൂന്നാറിൽ ആദ്യത്തെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് തുടങ്ങിയത്. 1.25 കോടിയിലധികം വരുമാനമാണ് ഇതിലൂടെ KSRTCക്ക് ലഭിച്ചത്.